എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സോറ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സോറ പ്ലാന്റിൻ്റെ കെയർ, അതിനാവശ്യമുള്ള വളങ്ങൾ, സോയിൽ മിക്സ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെടി കാണാത്ത അളവിൽ പൂക്കൾ വരാൻ എന്ത് ഫെർട്ടിലൈസർ ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് എക്സോറ പ്ലാന്റ്. ഇത് തെറ്റി എന്ന് പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഇതിൽ നിറയെ കളർ അവൈലബിളാണ്. പിങ്ക്, റെഡ്, യെല്ലോ, സാൻഡൽ കളർ, അങ്ങനെ പല പല കളറിലും ഈ ചെടി അവൈലബിളാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വളരെ ഈസിയായി വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. പ്ലാന്റിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ എക്സോറ പ്ലാന്റ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എക്സോറ പ്ലാന്റ് ഒരു പിങ്ക് കളറാണ്. ഇത് ഞാൻ വാങ്ങി ഒരു 2 മാസമേ ആയുള്ളൂ, പക്ഷേ അതിൽ നിറയെ പൂക്കളിടാൻ തുടങ്ങി. മറ്റൊരു വെറൈറ്റിയാണിത്. ഇത് നാടൻ എക്സോറ പ്ലാന്റാണ്. ഇതിൽ എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായി കാണുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ ബ്രാഞ്ചസ് നല്ല ഹൈറ്റിൽ വളരുന്നതായിരിക്കും. മറ്റൊരു എക്സോറ പ്ലാന്റാണ് ഡ്വാർഫ് വെറൈറ്റി. പക്ഷേ അത് അധികം വലുതായി വളരില്ല, നിറയെ പൂക്കൾ തരുന്നതായിരിക്കും. ഡ്വാർഫ് വെറൈറ്റി എപ്പോഴും സീസൺ അനുസരിച്ച് മാത്രമേ പൂക്കൾ തരാറുള്ളൂ. പക്ഷേ നാടൻ എക്സോറ ആണ് നമ്മൾക്ക് വർഷം മുഴുവനും പൂക്കൾ തരുന്നത്. നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യത്തെ ടിപ്പ് സൺലൈറ്റ് ആണ്. നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് മാത്രമേ എക്സോറ വളർത്താവുള്ളൂ. കാരണം അതിന് 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള വെയിൽ വളരെ അത്യാവശ്യമാണ്. നല്ല വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. നേരിട്ടുള്ള സൺലൈറ്റ് ഈ ചെടിക്ക് വളരെ അത്യാവശ്യമാണ്. എത്ര വെയിലുള്ള ഭാഗത്ത് നിന്നാലും ഈ ചെടി പെട്ടെന്നൊന്നും വാടിപ്പോകത്തില്ല. രണ്ടാമത്തെ ടിപ്പ്, നമ്മൾ എക്സോറ പ്ലാന്റിന് തിരഞ്ഞെടുക്കുന്ന പോട്ടിംഗ് സൈസാണ്. പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ വലിയ പോട്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. ചെടി വലുതാകും തോറും നമ്മൾ പോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. വർഷം തോറും എക്സോറ പ്ലാന്റിന് പോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ വലിയ പോട്ടിൽ വെക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്സാണ് പ്രൂണിങ്. ഇതിൻ്റെ ശാഖകൾ വളരെ ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മൾ വർഷത്തിലൊരിക്കൽ ഇതിനെ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യവും പൂവിട്ട് കൊഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലുള്ള കട്ട് ചെയ്ത് കളയണം. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ അതിൽ പുതിയ തളിരുകൾ വരികയും കൂടുതൽ പൂ ഇടുകയും ചെയ്യത്തുള്ളൂ. ഈ ചെടിയിൽ ശാഖകൾ ഒരുപാട് വലുതാകാൻ വിടാതെ ഇത് പ്രൂണിങ് ചെയ്യണം. അടുത്തതാണ് വാട്ടർ. ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് എക്സോറ പ്ലാന്റ്. നമുക്കിതിന് ഓരോ ദിവസവും ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഒരു 3-4 ദിവസം വരേക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഒരു ചെടിയാണ് എക്സോറ പ്ലാന്റ്. പൂക്കൾ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പൂക്കൾ അങ്ങനെ നിൽക്കുന്നതാണ്. അടുത്ത ടിപ്പാണ് ഇതിൻ്റെ വളപ്രയോഗം. നല്ല വളം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ എക്സോറ പ്ലാന്റ്. മാസത്തിലൊരിക്കൽ ഇതിന് വെർമി കമ്പോസ്റ്റ്, നീം കേക്ക് പൗഡർ, മസ്റ്റാർഡ് കേക്ക് പൗഡർ, ഇതെല്ലാം ചെടിയിൽ ചേർത്ത് കൊടുക്കുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും ചെടിയിൽ നിറയെ പൂവിടാനും ഇത് സഹായിക്കും. എല്ലാ ചെടിയെപ്പോലെ തന്നെയും ആഴ്ചയിലൊരിക്കൽ ഞാനിതിൽ
ഫെർട്ടിലൈസർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ലിക്വിഡ് ടൈപ്പ് ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ചെടിക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഞാൻ ഈ ചെടിയിൽ അധികം രാസവളത്തിൻ്റെ പ്രയോഗം ചെയ്യാറില്ല. ഞാൻ കൂടുതലും വീട്ടിലുള്ള ഓണിയൻ ഫെർട്ടിലൈസർ, ബനാന പീൽ ഫെർട്ടിലൈസർ, കഞ്ഞിവെള്ളം ഇതൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ രാസവളമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ NPK 20-20-20 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്തിട്ട് ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ മാസത്തിലൊരിക്കൽ ചെടിയിൽ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതിനു മുൻപേ ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കി വിടാൻ ശ്രമിക്കണം. ഏത് വളപ്രയോഗവും ചെയ്യുമ്പോഴും ചെടിയുടെ ചുവട് നന്നായിട്ട് ഇളക്കി വിടണം. ഞാൻ മാസത്തിലൊരിക്കൽ ഇതിന് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെയധികം ആവശ്യമുള്ള ഒരു ചെടിയാണ്. മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെയധികമുള്ള ഒന്നാണ് എപ്സം സോൾട്ട്. നമ്മുടെ ചെടികളിൽ പൂവിടാൻ മഗ്നീഷ്യം വളരെ നല്ലതാണ്. തെച്ചി പോലുള്ള ഒരു ചെടിക്ക് മഗ്നീഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് വേണം. ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു വെറൈറ്റി എക്സോറ ആണിത്. ഇതിപ്പോൾ ഞാൻ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. എക്സോറ പ്ലാന്റുകളിൽ കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ ഇലകളുടെ മഞ്ഞളിപ്പ്. ഇത് നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ എക്സോറ പ്ലാന്റുകൾ ഇങ്ങനെ വളരെ വലുതാവുകയും പൂവിടാതെ നിൽക്കുകയും ഇലകൾ മഞ്ഞ കളറിലേക്ക് മാറുകയും ചെയ്യുന്നത്. കണ്ടാൽ നിങ്ങൾ ചെടിയെ ഉടനെ തന്നെ റീപോട്ടിങ് ചെയ്ത് നല്ല മണ്ണ് കൊടുക്കേണ്ടതാണ്. ചാണകത്തിൻ്റെ അളവ് കൂടിയാലും ഇങ്ങനെ മഞ്ഞ കളറിൽ മാറാറുണ്ട്. പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് വളരെ കൂടുതൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് എക്സോറ. ആഴ്ചയിലൊരിക്കൽ ഓണിയൻ ഫെർട്ടിലൈസർ, ബനാന ഫെർട്ടിലൈസർ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഫെർട്ടിലൈസർ കാണിച്ചു തരുന്നതാണ്. വളരെ സുലഭമായി വീട്ടിൽ തന്നെ ലഭിക്കുന്ന 2 ഇൻഗ്രീഡിയൻ്റ് വെച്ച് ഒരു ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി കാണിച്ചു തരാം. ഇത് കഞ്ഞിവെള്ളമാണ്. അതേ അളവിന് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നേർപ്പിച്ച കഞ്ഞിവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കഞ്ഞിവെള്ളം ഒരു നല്ല ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സുമാണ്. പുളിച്ച കഞ്ഞിവെള്ളം ഒരാഴ്ച വെച്ചിരുന്ന് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്താൽ ചെടികളിലുണ്ടാകുന്ന മുരടിപ്പ്, പൂച്ചശല്യം എല്ലാത്തിനും നല്ലൊരു ഫെർട്ടിലൈസറാണ്, നല്ലൊരു മരുന്നാണ് കഞ്ഞിവെള്ളം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കഞ്ഞിവെള്ളം മിക്സ് നമുക്ക് 15 ദിവസം കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ നിറയെ പൂ ചെടിയിലുണ്ടാകത്തുള്ളൂ. എക്സോറ പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.